നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു ഞായറാഴ്ച കൂടെ നിങ്ങളുടെ മധ്യയായിരിക്കാൻ ദൈവമായ കർത്താവ് നല്ല ഭാഗ്യ പദവികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ചർച്ച കടന്നു പോകേണ്ടതാണ്. എന്നാൽ അവിടെ പൊതുയോഗവും കാര്യങ്ങളായതുകൊണ്ട് അന്ന് അങ്ങോട്ട് പോകണ്ട. 11:30 വരെ അതിന്റെ സമയമുള്ളൂ. ഇങ്ങോട്ട് തന്നെ പോന്നേക്കാന്ന് പറഞ്ഞ് രാവിലെയാണ് സത്യം പറഞ്ഞാൽ തീരുമാനിച്ചത്. പോന്നേക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ നിങ്ങളുടെ മധ്യയായിരിക്കുവാൻ ദൈവമായ സമയത്തെ സ്തുതിക്കുന്നു. ഞാൻ ഞായറാഴ്ചകളിൽ ഇവിടെ പല തവണ വന്നിട്ടുണ്ട്. പ്രത്യേക കൂടുതൽ തവണ വന്നത് ഇവരില്ലാതിരുന്നപ്പോൾ. ഇവരെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ വിചാരിക്കായിരുന്നു രാവിലെ വന്നപ്പോ തൊട്ട് ഭക്ഷണത്തെ കുറിച്ചാണ് ഈ ഉപവസിച്ചിരിക്കുമ്പോ തന്നെ വേണം. പക്ഷെ ഈ ഡോക്ടർ പിടിയെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം. സത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡിൽ ഒന്നാണ്. പക്ഷെ അതിനകത്തൊരു പ്രശ്നം അല്ല, എനിക്ക് തോന്നുന്നത് സഭായോഗമാണെന്ന് അറിയാം. നമ്മളൊരു അതിന്റെ കറിയുടെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു ചിക്കൻ കറി പ്രത്യേകതയുണ്ട്. അത് വെച്ച് സത്യം തമാശ പറഞ്ഞതല്ല, സ്നേഹക്കറിയോ ഉണ്ടാക്കാൻ പിടിയും കോഴിക്കറി അതൊരു ഫേമസ് ആണ്. ഒന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പൊ ഏതായാലും വിശന്നിരുന്ന് ഒരു കഴിച്ച തൃപ്തിയായി. ഏതായാലും നല്ലൊരു മെസ്സേജ്, ഡോക്ടറുടെ ചിന്തകൾ അതിനോടനുബന്ധിച്ച് എല്ലാം നല്ലതായിരുന്നു. സത്യത്തില് എന്നെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു വിധത്തിൽ പറഞ്ഞ പാരസൈറ്റ് എന്ന് പറയും. പാരസൈറ്റ് മറ്റുള്ള നമുക്കറിയാലോ ചില ചെടികളുണ്ട്, പാരസൈറ്റ്സ് ആയിട്ടുള്ള ചെടികളുണ്ട്. അത് മറ്റ് വൃക്ഷങ്ങളായിരിക്കും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, ഊറ്റിയെടുക്കുന്ന പരിപാടി. എന്ന് പറഞ്ഞതുപോലെ ആത്മീയത്തിൽ തന്നെത്താനെ അങ്ങനെ വളരാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാ എന്ന് വേണ്ടി വരും പറയാൻ. മറ്റുള്ളവരിൽ നിന്ന് കേട്ട് തൃപ്തിപ്പെടാനാണ് പലപ്പോഴും ശ്രമിക്കാറ്. സത്യത്തിൽ അതൊരു വലിയ കുറവ് തന്നെയാണ്. നമുക്ക് നാം തന്നെത്താൻ നമുക്കുള്ളത് ഉപയോഗിച്ച് കഴിക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് നല്ലതെന്ന് ഇന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ഒരു കൊച്ചു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ മുമ്പത്തെ ചൊവ്വാഴ്ച പറയണമെന്ന് ആഗ്രഹിച്ചൊരു ചിന്തയാണ്. ദൈവം പലപ്പോഴും എന്തുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്ന പോലെ, ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്ന മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ നാം അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഈ കമ്പയറിംഗ് മലയാളിയുടെ പ്രത്യേകതയാണ്. നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളും കമ്പയർ ചെയ്യും. എടാ, ഞാനും ദൈവത്തെ സ്നേഹിക്കുക, അതുകൊണ്ട് അദ്ദേഹം പാസ്റ്റർ സ്നേഹിക്കുക. പക്ഷെ എന്താ ഞാൻ പാസ്റ്ററെ പോലെ ഞാൻ അനുഗ്രഹിക്കപ്പെടാത്തത് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു കാരണം ഞാനിങ്ങനെ ചില ചിന്തകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാത്തോടത്ത്, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ദൈവത്തോട് ഏറ്റു പറയാത്തോടത്തോളം ദൈവം തരുന്ന അനുഗ്രഹം കുറവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാകുമ്പോ നമുക്ക് ചോദിക്കാം, ദൈവത്തിന് എന്നെ അറിയത്തില്ലേ? ഞാനെന്തൊരു ദൈവത്തോട് ഏറ്റു പറയണം, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് എന്തിനു പറയണം എന്ന് ചിലപ്പോ നമുക്ക് തോന്നാം. ഞാൻ ഒന്ന് രണ്ട് ചിന്തകൾ പെട്ടെന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ദിവസത്തിലെ ഫെമിലിയർ ആയ കുറച്ച് വ്യക്തികളാണ്. അതിലൊരാള് ഹാഗാറാണ്. ഉൽപ്പത്തി 16:8 ഹാഗാറാണെന്ന് ആരാണെന്ന് നമുക്കറിയാം. ഒരു മിസ്രൈമ്യ ദാസിയാണ്. അബ്രഹാമിന്റെ ഭവനത്തിൽ വേലയ്ക്കായി വന്നതാണ്. എന്നാൽ താൻ അവിടെ ആയിരിക്കുമ്പോൾ അവിടുത്തെ ചില പ്രത്യേക കാരണങ്ങളാൽ താൻ അബ്രഹാമിനാൽ പ്രഗ്നന്റ് ആവുന്നു.
എന്നാൽ അവിടെ നിൽപ്പാൻ നിവൃത്തിയില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ താൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. Hallelujah. ആ 16:8 വായിച്ചാൽ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. സാറായിയുടെ ദാസിയായ ഹാഗാരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചു. അതിനവൾ, ഞാൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോവുകയാകുന്നുവെന്ന് പറഞ്ഞു. നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിച്ച്. നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ആരോടാ ചോദിക്കുന്നേ? സാറായിയുടെ ദാസിയായ ഹാഗാർ. ആമേൻ. സാറായിയുടെ ദാസിയാണ് ഹാഗാർ എന്നറിയാമെങ്കിൽ ആമേൻ. എവിടെ നിന്നാ വരുന്നത്, എങ്ങോട്ടാ പോകേണ്ടത് എന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആമേൻ. പക്ഷെ ദൈവം അല്ലെങ്കിൽ ദൈവം തന്നെയാണ് അവിടെ വരുന്നതെന്നാണ് നമുക്ക് സാഹചര്യങ്ങൾ നിമിത്തം മനസ്സിലാകുന്നത്. ആമേൻ. ഹാഗാറിനോട് ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകും? ആമേൻ. ആമേൻ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് അറിയാമെന്നായിട്ടൊന്നുമല്ല. ആമേൻ. ആ ഫസ്റ്റ് സെന്റൻസിൽ അത് കൃത്യമായിട്ട് അറിയാം. സാറായിയുടെ ദാസിയായ ഹാഗാറെ ആമേൻ. വ്യക്തമായി അറിയാമായിരുന്നിട്ടും ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ആമേൻ. ഏതായാലും അവൾ മറ്റൊന്നും പറഞ്ഞില്ല. ഒരു മിസ്രൈമ്യ ദാസിയാണ്. ആമേൻ. അത് താഴോട്ട് വരുമ്പോൾ ഞാൻ ഇച്ചിരി പറയാം. ആമേൻ. ഉടനെ അവൾ പറയുന്നു, ആമേൻ. ഞാൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണോ അവൾ ചെയ്തത് അത് അതുപോലെ ഏറ്റുപറയുക. ആമേൻ. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് അറിയാമായിരിക്കും, അപ്പൊ പറയണമെന്നാണ് എന്റെ ആഗ്രഹവും. ആമേൻ. ഞാൻ പണ്ട് എന്റെ ഉണ്ടായിരുന്ന ഒരു ചിന്തയാട്ടോ, ഇതിങ്ങനെ വായിച്ചു പോകുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തിട്ടുള്ള ഒരു ചിന്തയാ. സാറായി പറഞ്ഞിട്ടാണ് ഹാഗാർ അബ്രഹാമിനെ അടുക്കൽ ചെല്ലുന്നത്. ഗർഭിണിയാവുന്നതും അങ്ങനെയാണ്. അവസാനം ഗർഭിണിയാവുമ്പോൾ അവര് തമ്മിൽ വിഷയമാകുന്നു. അതെ അതെ, സാറ പറഞ്ഞിട്ടാണ് അബ്രഹാം ഹാഗാറിനെ പ്രാപിക്കുന്നത്. എന്തുകൊണ്ട്? എന്നിട്ട് അബ്രഹാമിനോട് ചെന്ന് പറയുന്നു. അപ്പോൾ അബ്രഹാം പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ചെയ്തോളാനാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ടാ സാറായി പറഞ്ഞ പിന്നെ പോട്ടെ, അതിനൊരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അബ്രഹാം എന്തുകൊണ്ട് അങ്ങനെ സാറായിയോട് പറഞ്ഞു? നിങ്ങൾക്കൊരു ആൻസർ പറയാമോ? വേദോസ്തവത്തിലുണ്ട് അല്ലേ? നമുക്ക് എന്തൊരു ഹാർഡാ. അബ്രഹാമിന്റെ സന്തതിയാന്ന് ഓർക്കണം. സന്തതി ഇല്ല, ഒരു സന്തതി ഉണ്ടാവുക. അപ്പോൾ അബ്രഹാം സാറായിയോട് പറയാ, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ അവളോട് ചെയ്തു എന്ന് പറയുക. ഞാൻ ഏതായാലും അത് അത്ര ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാനിത് അടുത്ത കാലത്താണ് അത് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പം ഞാൻ അതിന്റെ അകത്തെ POC വേർഷൻ ഒന്ന് വായിക്കാം. നമ്മുടെ ബൈബിളിൽ സൂക്ഷിച്ച് വായിച്ചാൽ ക്ലിയർ ആണ്, എന്നാൽ POC കുറച്ചുകൂടെ ക്ലിയർ ആണ്. അബ്രഹാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യജമാനത്തിയെ അവൾ നിന്നയോടെ രക്ഷിച്ചു. അപ്പോൾ അബ്രഹാം പറഞ്ഞത് അതുകൊണ്ടാണ്. എന്തുകൊണ്ട് പറഞ്ഞു വിട്ടു എന്ന് ചോദിച്ചാൽ ഹാഗാറിന്റെ കയ്യിലും അല്പമായ തെറ്റുകളുണ്ട്. യജമാനത്തിയെ മക്കളില്ലാത്തവളെന്നുള്ള നിലയ്ക്ക് നിന്ദിച്ചതുകൊണ്ടാണ്. അപ്പൊ ഞാനതാ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു എന്നുള്ളത് നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹാഗാർ തന്നെത്താൻ ഏറ്റു പറഞ്ഞു, ഞാൻ ഇതുപോലെ ഓടിപ്പോവുകയാണ്. നമുക്കറിയാം, ഉടനെ ദൂതൻ അവളോട് പറയുന്നു, നീ ഉടനെ തിരിച്ചു ചെന്ന് അവിടെ വീട്ടിൽ കീഴടങ്ങി അവിടെ ഇരിക്കാൻ പറയുന്നു. പക്ഷെ 13-ാം വാക്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്ന് പറഞ്ഞ തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് ചോദിച്ചു. മിസ്രൈമ്യ ദാസിയാണെന്ന് ഓർക്കണം. അവൾക്ക് ആ വെളിപ്പാട് കിട്ടുകയാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ. അപ്പൊ ഞാൻ ഹാഗാറിന്റെ വിഷയം അതാണ്. അവൾ തന്നെത്താൻ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ദൈവം അവളെ അനുഗ്രഹിക്കുന്നതായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് യാക്കോബ്. നമുക്കറിയാം, അമ്മായിയപ്പന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വലിയ ആടുമാടുകളും ഒക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോൾ യാബോക്കിന്റെ കടവിൽ വരുന്നു. യാബോക്കിന്റെ കടവിൽ വന്ന് മറ്റുള്ളതിനെ എല്ലാം അക്കരെ കടത്തിയതിനു ശേഷം താൻ അവിടെ നിൽക്കുന്നു. ദൂതനുമായി പ്രാർത്ഥനയിൽ മൽപ്പിടുത്തം നടത്തുന്നു. അവസാനം
ദൂതൻ അവനോട് ചോദിക്കുന്നു. ദൂതനല്ല, കർത്താവ് തന്നെ ആകാനാണ് സാധ്യത. ആമേൻ. ആമേൻ. അവനോട് ചോദിക്കുന്നു, നിന്റെ പേരെന്ത്? ആമേൻ. ആമേൻ. ഉടനെ ഒന്നും മറച്ചു വെക്കാതെ ആമേൻ. യാക്കോബ് പറയുകയാണ്, ഞാൻ യാക്കോബ്. യാക്കോബ്. യെസ്. നമുക്കറിയാം യാക്കോബ് എന്ന പദത്തിന്റെ അർത്ഥം ഉപായി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഉപായിയാണെന്ന്. ആമേൻ. ഹല്ലേലൂയ. 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 Praise the Lord. Ocho no Dios cosoto bardenos. യാക്കോബ് ദൈവത്തോട് സമ്മതിക്കുമ്പോൾ O cabares dono Dios. Y apato na dia താൻ cada. ദൈവം യാക്കോബിനെ അവിടെ വെച്ച് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇതിന്റെ ഡീറ്റെയിൽസുകളിലേക്ക് പോകുന്നില്ല. Ni നമുക്ക് വേണമെങ്കിൽ corazón de കുറച്ചുകൂടെ Porosi. ഇല്ലാത്തതായിട്ട് ആയിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവിടെ വെച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു. വാക്യത്തിൽ അങ്ങനെ തന്നെയുണ്ട്. പരിശുദ്ധാത്മാവേ ആ ഏറ്റെടുക്കുക. സ്ഥലത്തിന് അതിനു മുമ്പ് യാക്കോബ് പറയുന്ന ഒരു കാര്യമാണ് 30-ാം വാക്യത്തിൽ. Oh yes. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ട് എനിക്ക് ജീവഹാനി വന്നില്ല. ഹല്ലേലൂയ. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേര്. ദൈവം അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ആമേൻ. ആമേൻ. ഇത് രണ്ടും പഴയ നിയമത്തിലെ കാര്യങ്ങളാണ്. പുതിയ നിയമത്തിൽ ഒരു കൊച്ചു ചിന്തയുടെ ഓ തീർച്ചയായും. തീർച്ചയായും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ആമേൻ. ശിഷ്യന്മാര് ആമേൻ. എല്ലാം ഒരുപാട് ആശയം അവർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് തന്നെയാണോ തോന്നുന്നത് അതിനെ കുറിച്ച് കേട്ടത്. ആമേൻ. അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, ആശകൾ ഉണ്ടായിരുന്നു. കർത്താവ് വരും, രാജ്യം സ്ഥാപിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു അച്ഛൻകുഞ്ഞ് ഒരു കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ഈ വിഷയം ടച്ച് ചെയ്ത പ്രസംഗിതാണ് തോന്നുന്നു. ആമേൻ. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. രാജ്യം സ്ഥാപിക്കും, ഞങ്ങളെല്ലാം മന്ത്രിമാരാകും, ഇവം എല്ലാവരെയും ഭരിക്കും. അങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടി അവർ സ്ഥാപിച്ചു. എന്നാൽ ഇവരുടെ പ്രതീക്ഷകളെ മുഴുവൻ അസ്ഥാനത്താക്കിക്കൊണ്ട് കർത്താവ് വളരെ നീചമായി മരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവർക്ക് ഒരു തരത്തിൽ ആമേൻ. പുറത്തിറങ്ങാൻ മേലാത്ത സ്ഥിതിയായി. ഒന്ന് നാണക്കേട്, മറ്റൊന്ന് പുറത്തിറങ്ങിയാൽ ശിഷ്യന്മാരെന്നുള്ള നിലയ്ക്ക് ഇവരെ ഉപദ്രവിക്കാനും സാധ്യതയുണ്ട്, കൊല്ലാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ അവരെ കുറച്ച് ദിവസങ്ങൾ അടച്ചിരുന്നു. എന്നാൽ അതിനുശേഷം പത്രോസ് പറയുകയാണ്, ഞാൻ പോവാം, മീൻ പിടിക്കാൻ പോവാം. കാരണം ഇനിയിപ്പോ വേറെ ഒരു സാധ്യതയും കാണുന്നില്ല. മാനുഷികമായി നോക്കിയാൽ ഒരു ഭയങ്കര ഒരു മാനുഷികമായി അതൊരു തെറ്റാണോ? തെറ്റാണ്. പക്ഷെ നമ്മളാണെങ്കിൽ ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. എങ്ങനെ ജീവിക്കും? ഭർത്താവിന്റെ കൂടെ ആയിരുന്നപ്പം അപ്പം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, പോകുന്ന വീടുകളിൽ സ്വീകരണം ഉണ്ടായിരുന്നു, വലിയ തെറ്റില്ലാതെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് പോയി പുറത്തിറങ്ങാൻ മേലാത്ത സ്ഥിതി, ഒരു മനുഷ്യന് പച്ചവെള്ളം പോലും. അപ്പോൾ എന്ത് ചെയ്യും എന്നറിയാൻ മേലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പത്രോസ് പറയാണ്, ഞാൻ പോവാം. എല്ലാരും പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും വരിക. അങ്ങനെ പോയി ഇവര് മീൻ പിടിച്ചു. നമുക്കറിയാം രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ. അപ്പം യേശു കരയ്ക്ക് വന്ന് നിന്നുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അപ്പൊ അതായത് യേശുവിനോടല്ല ഇവർ ഉത്തരം പറയുന്നത് എന്ന് ഓർത്തോണം. യേശു അന്ന് അറിഞ്ഞുകൊണ്ടല്ല ഉത്തരം പറയുന്നത്. ഏതായാലും നമ്മളായിരുന്നു എന്ത് പറഞ്ഞേനെ, ഈ ശിഷ്യന്മാരെ അറിയാവുന്നവരാണ് അവിടെ കൂടുതലും ഉള്ളത്. നമ്മൾ ഇതുപോലെ പിന്മാരത്തിൽ പോയി മീൻ പിടിക്കാൻ പോയി, അല്ലെങ്കിൽ നമ്മുടെ പഴയ പണിക്ക് പോയി ഇങ്ങനെ നിൽക്കുന്നു. കരയിൽ നിൽക്കുമ്പോൾ വന്ന് ഒരാൾ അവിടെ എല്ലാം കിട്ടിയ പത്രച്ച എന്ന് ചോദിച്ചാൽ നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞാൽ ഇന്നത്തെ കൊള്ള കിട്ടി കേട്ടോ, മിനിമം അങ്ങനെയെങ്കിലും പറയേണ്ടതാ. യേശു ആണെങ്കിൽ പിന്നെ പോട്ടെ, യേശു ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉള്ളത് പറഞ്ഞു എന്ന് വിശ്വസിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ യേശു അന്ന് അറിഞ്ഞില്ല എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞു കേട്ടോ. പക്ഷെ പത്രോസ് അവിടെ ചെയ്യുന്ന കേട്ടോ, ഒന്നും കിട്ടിയില്ല. സത്യം, ഇത്രയും എടുത്തിയാട്ടക്കാരനാണെങ്കിൽ സത്യം പറഞ്ഞു. അപ്പൊ പത്രോസ് പറഞ്ഞു ഒന്നും കിട്ടിയില്ല. നോക്കിക്കേ, തന്നെത്താൻ ഏറ്റു പറഞ്ഞപ്പോൾ, ഉള്ള കാര്യം പറഞ്ഞപ്പോൾ പിന്നീടുണ്ടായ അനുഗ്രഹം നോക്കി. അവര് ജീവിതത്തിൽ അങ്ങനെ ഒരു മീൻപിടുത്തം നടത്തിയിട്ടുണ്ടാകത്തില്ല. വല കീറുമാറ്, 2 പടക് നിറയുമാറ് വലിയ അനുഗ്രഹങ്ങളാൽ ദൈവം അവരെ നിറയ്ക്കുന്നതിന് സാധിച്ചു. എന്റെ ചിന്ത ഇത്രയേ ഉള്ളൂ. അതിനുശേഷം പത്രോസിനോട് ദൈവം പറയുന്നുണ്ട്, നീ
ഭയപ്പെടേണ്ട, ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. Amen. Amen. എന്റെ Amen. ഞാൻ ഉദ്ദേശിച്ച ചിന്ത ഇതാണ്. Amen. നമ്മൾ അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു കാര്യം കൃപ. അല്ല, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കൃപ. കൃപ. നമ്മുടെ ഉള്ള കാര്യം ദൈവത്തോടെ ഏറ്റുപറയാം. തുറന്നു പറയുക. Yes. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന് എന്നെ അറിയാമല്ലോ, Hallelujah. എന്റെ വീക്ക്നെസ് അറിയാം, എന്റെ Hallelujah. നന്മകൾ അറിയാം, ഞാൻ എന്ത് Hallelujah. ചെയ്യുന്നു, എന്നെ ഉള്ളതുപോലെ അല്ലെ. സങ്കീർത്തനത്തിൽ അങ്ങനെയല്ല പറയുന്നത്. Amen. ഞാൻ ഇനി പാതാളത്തിന്റെ കീഴെ പോയി കിടന്നാലോ എന്നെ അറിയില്ല. അല്ലെ, സ്വർഗത്തിൽ കയറിയാൽ അവിടെ Amen. എന്നെ നീ അറിയാതെ ഒരു വാക്കും എന്റെ Amen. നാവിന്മേലില്ല. Amen. അങ്ങനെയുള്ള ദൈവത്തോട് നാം എന്തിനേറ്റു പറയണം. Hallelujah. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കണോ, Amen. നീ ആരാണെന്നുള്ളത് Hallelujah. എന്നോട് തുറന്നു പറയും. Hallelujah. സ്തോത്രം. ഞാൻ എന്താണെന്നുള്ളത് ദൈവസേനയിൽ പൂർണ്ണമായി ഏറ്റു Hallelujah. പറയുമ്പോൾ Hallelujah. അതിനനുസരിച്ച് Amen. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ Hallelujah. ദൈവം നമ്മെ അനുഗ്രഹിക്കും. സ്തോത്രം. സ്തോത്രം. ആകയാൽ ഈ ദിവസങ്ങളിൽ ഇത് ഞാൻ സഭ പറയുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. സ്തോത്രം. ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തരുന്ന ചിന്തകളെല്ലാം എന്നോടുള്ള ദൂതുകളാണ്. Hallelujah. ആകയാൽ കൃപ. ഈ ദിവസങ്ങളിൽ എന്നെ തന്നെ കൃപ. യാക്കോബാണെങ്കിൽ യാക്കോബാണ്, അല്ലെങ്കിൽ എന്താണ് ഞാനെന്നുള്ള ദിവസങ്ങളിൽ ഏറ്റു പറയാൻ സ്തോത്രം. ദൈവം എനിക്ക് വിട വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം ഒരുക്കി തന്ന ദൈവദാസനോട് സഭയോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദിവസം Amen.